أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭാരതൻ. ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിലൂടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു കപ്പൽ യാത്രയിൽ അദ്ദേഹം എത്തിപ്പെട്ട ഒരു ദ്വീപിൽ ഒരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ ബിംബാരാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ ഒരുപാട് ദ്വീപുകളുണ്ട്. അറബ് ചരിത്രത്തിലൊക്കെ കാണുന്ന പല യാത്രകളും മദഗാസ്കർ മുതൽ മൗറീഷ്യസ് മുതൽ എത്രയോ വലിയ വലിയ പ്രശസ്തമായതും അല്ലാത്തതുമായ കൊച്ചു കൊച്ചു നമ്മുടെ ലക്ഷദ്വീപുകളും നമ്മുടെ അൻഡമാൻ ദ്വീപുകളടക്കം ചെറുതും വലുതുമായ ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പരന്നു കിടക്കുകയാണ്. നൂറുകണക്കിനാണ് ദ്വീപുകൾ. എവിടെയാണെന്ന് അറിയില്ല. മസീഹുൽ ദജ്ജാൽ ഏതോ ഒരു ദ്വീപിലാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇന്നഹു ഫീ ബഹ്രിൽ ശാം ഔ ഫീ ബഹ്രിൽ യമൻ. എവിടെയാണ് മസീഹുൽ ദജ്ജാൽ എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചത്? യമനിന് അഭിമുഖമായി കിടക്കുന്ന കടൽ, അതിന്റെ മഹാസമുദ്രമാണ്. ഔ ഫീ ബഹ്രിൽ ശാം, അല്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞത് ഷാമിന് അഭിമുഖമായ കടലാണോ? കേട്ട സുഹാബിക്ക് സംശയം, എന്താ പറഞ്ഞത്? ഇത് രണ്ടാലാണ്. ഷാമിന് അഭിമുഖമായ കടലെന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലാണ്. സൈപ്രസ് അടക്കമുള്ള യൂറോപ്പിലേക്ക് കടക്കാൻ കഴിയുന്ന ആ മെഡിറ്ററേനിയൻ കടൽ ഒന്നുകിൽ എവിടെയാണ്, അല്ലെങ്കിൽ യമനിന് അഭിമുഖമായി കിടക്കുന്ന കടലിലാണ്. 100 യാത്രക്കാരുമായി കടന്നുപോയ ഒരു ഫ്ലൈറ്റിന്റെ അവശിഷ്ടങ്ങൾ, മലേഷ്യൻ വിമാനത്തിന്റെ, മലേഷ്യൻ എയർലൈൻസിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കണ്ടെത്താൻ കഴിയാതെ പൊഴിയുകയാണ്. ചൊവ്വ വരെ പോകാനുള്ള പ്രയത്നത്തിലാണ്. അള്ളാഹുന്റെ ഭൂമി തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നില്ല. അള്ളാഹു ഒളിപ്പിച്ചു വെച്ചതിനെ മറന്നീക്കി കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല എന്ന് ആധുനിക മനുഷ്യനെ തെളിയിക്കാൻ തന്നെയാണ് അള്ളാഹു അത്തരം സംഭവങ്ങൾ ഇവിടെ നടത്തുന്നത് എന്ന് വിശ്വാസികൾ എവിടെയാണ് ഇത്രയും മനുഷ്യന്മാർ ആ ഫ്ലൈറ്റിലില്ലേ? മലേഷ്യൻ ഫ്ലൈറ്റിനത് നമ്മൾ എക്സ്പ്രസ് പോലെ ഒന്നല്ല, നല്ല ഫ്ലൈറ്റാണ്. ഇന്ത്യൻ എയർലൈൻസിന്റെ കളിയൊന്നും ഇരിക്കൂല. എത്ര നല്ല മലേഷ്യൻ എയർലൈൻസിന് മാത്രം സെപ്പറേറ്റ് എയർപോർട്ട് ഉണ്ട്. പക്ഷേ അള്ളാഹു വരുമ്പോൾ മനുഷ്യന്റെ സംവിധാനങ്ങളൊക്കെ മറികടക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണാനില്ല, അവിടെ പോയി മറിഞ്ഞാണ്. അത് ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. 60 വിമാനങ്ങളും 600 ചെറുതും വലുതുമായ കപ്പലുകളും കാണാതായിട്ടുള്ള സച്ചാനിക് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ബർമുഡ ട്രയാങ്കിൾ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. ബർമുഡ ട്രയാങ്കിൾ വിമാനങ്ങൾ താഴേക്ക് വീഴുന്നു, കപ്പലുകൾ മുഖപ്പെടുന്നു ഉള്ളിലേക്ക്. നമുക്കതിപ്പോഴും അറിയില്ല. മിസ്റ്ററി, അതൊരു നിഗൂഢ സംഭവമാണ് എന്നാണ്. മിസ്റ്ററി ഓഫ് ബർമുഡ ട്രയാങ്കിൾ എന്ന ഒരു നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക് അടക്കമുള്ള സയന്റിഫിക് ചാനലുകൾ ചെയ്തിട്ടുള്ള ഗവേഷണങ്ങൾ കാണാൻ കഴിയും. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ചില ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ്, ഇന്നാലിന്ന ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചില പ്രവർത്തനങ്ങളാണ്, ഇവിടുത്തെ ഗ്രാവിറ്റിയാണ് പലരും പറയാറുണ്ടെങ്കിൽ തന്നെയും ഒരു പരിഹാരം പോലും കാണാൻ കഴിയാത്ത ഒരു സമസ്യയായി തുടരുകയാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രദേശം. ഭൂമിയിൽ മനുഷ്യന് ചെയ്യാത്ത പലരുണ്ട്. ഭൂമിയിൽ ഗണിതന്റെ ചന്ദ്രനും സൂര്യൻ ഗ്രഹങ്ങളൊക്കെ. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങൾ ആ ദ്വീപിൽ ഒരു മനുഷ്യനെ കണ്ടു. സാധാരണ മനുഷ്യൻ. അദ്ദേഹം ഒരു ബിംബം മുമ്പിൽ വെച്ചിട്ട് പൂജിക്കുകയാണ്. ബിംബം പ്രതിഷ്ഠയുടെ മുമ്പിൽ ആരാധന ചെയ്യുകയാണ്. ഞങ്ങൾ ചോദിച്ചു, ഇവർ അറബികളാണ്, മുസ്ലിമീങ്ങളാണ്, അവർക്ക് ബിംബാരാധന അറിയില്ല. അവരെ ചോദിച്ചു, മാ തഅബുദു, നിങ്ങൾ എന്താണ് ഈ ആരാധിക്കുന്നത്? എന്റെ ഈ ബിംബം, ഇതാണ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്.
ഇപ്പൊ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു സൈദ് എന്നവർ പറഞ്ഞു, ഇതുപോലെ ഇതിലും മനോഹരമായ ബിംബം ഞങ്ങളിൽ ഒരു കാർപ്പന്റർ, ഒരു ആശാരിയുണ്ട് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ. അയാൾ മരം കൊണ്ട് ഇതിലും ഭംഗിയുള്ളത് ഉണ്ടാക്കി തരും, വേണമെന്ന്. ഇങ്ങനെയുണ്ടാക്കുന്ന കൈകൊണ്ടുണ്ടാക്കുന്നതല്ലല്ലോ ദൈവം. ദൈവം തമ്പുരാൻ മനുഷ്യന്റെ കഴിവുകൾക്ക് അതീതമാണ്. പ്രപഞ്ചത്തിന്റെ ആ ഒരു സ്ട്രക്ചറിന് വിരുദ്ധമാണ്. അല്ലാഹു മുഖാലിഫുൽ ഹവാദിസ്. അപ്പൊ അവര് ചോദിച്ചു, ആ മനുഷ്യൻ ചോദിച്ചു, അപ്പൊ നിങ്ങളുടെ പ്രശ്നമാരാണ്? അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ബിംബാരാധനയല്ലാതെ മറ്റൊരു മതവും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു അബ്ദുൽ വാഹിദ് ഇബ്നു സൈദ് എന്നവരോട്, സംഘത്തോട്, നിങ്ങളുടെ പ്രശ്നമാരാണ്? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹ്, ഞങ്ങളുടെ പ്രശ്നം അല്ലാഹുവാണ്. എന്തായി അല്ലാഹ് എന്ന് പറഞ്ഞാൽ, الذي في السماء عرشه وفي الأرض سلطانه وفي الأحياء والأموات قضاؤه. അവനാണ് ഉപരിമണ്ഡലത്തെ അധികാരം, അവനാണ് ഭൂമിയിലെ സർവാധികാരം, അവന്റെ കൈകളിലാണ് ജനനവും മരണവും. ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തരാൻ സർവേശ്വരൻ മുൻ സമുദായങ്ങളിൽ പ്രവാചകന്മാർ അയച്ച പോലെ ഒരു അന്ത്യപ്രവാചകൻ അയച്ചു തന്നു, മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചോദിച്ചു, ആ പ്രവാചകൻ എന്തേ നിങ്ങൾക്ക് തന്നത്? അല്ലാഹുവിന്റെ സന്ദേശം മുഴുവനായി 23 കൊല്ലക്കാലം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചു. ഈ ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശം ഈ ഖുർആനാണ്. എന്തേ നിങ്ങളുടെ കയ്യിൽ തന്നുപോയത് ഖുർആനോ? അതെന്താണ്? ഞങ്ങൾ പറഞ്ഞു, അത് കിതാബുൽ മലിക്കിൽ അല്ലാം, എല്ലാം അറിയുന്ന സർവേശ്വരനായ രാജാവായ അല്ലാഹുവിന്റെ കിതാബാണത്. ഞാൻ പറഞ്ഞു, രാജാവിന്റെ ഗ്രന്ഥമോ? കാണിച്ചു തരുമോ? രാജാവിന്റെ ഗ്രന്ഥം നല്ല ഭംഗിയുണ്ടാകുമല്ലോ, മനുഷ്യരുടെ ഗ്രന്ഥം പോലെ അല്ലല്ലോ ഉണ്ടാവുക. രാജാവിന്റേത് അല്ലാഹുവിന്റെ ഗ്രന്ഥമേതാണ്. ഞങ്ങൾ ശുദ്ധമായ ഖുർആൻ അദ്ദേഹത്തിന് ഊതിക്കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഞങ്ങൾ ഓതിക്കൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ വരുന്നു. അയാൾ അറബി അറിഞ്ഞിട്ടല്ല. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനൊരു മധുരിമയുണ്ട്. അല്ലാഹുവിന്റെ കലാം ഓതപ്പെടുമ്പോൾ മനുഷ്യ ഹൃദയങ്ങൾക്ക് പ്രകമ്പനം കൊള്ളും. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. സത്യവിശ്വാസികൾ ആ കൽബിലേക്ക് ഈമാൻ കടക്കുമ്പോൾ, അല്ലാഹുവിന്റെ വചനം ഓതപ്പെടുമ്പോൾ ഹൃദയങ്ങൾക്ക് പ്രകമ്പനമുണ്ടാകും, ഹൃദയങ്ങൾക്ക് ശാന്തിയുണ്ടാകും, ഹൃദയങ്ങൾ സമാധാനപ്പെടും, ഹൃദയങ്ങൾക്ക് പിന്നെ പേടിയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമേ മനസ്സിന്റെ സമാധാനമുണ്ടാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ദ്വീപിൽ കിടക്കുന്ന മനുഷ്യൻ അറബി അറിയില്ല, ഞങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ
ഒരു മുത്തർജമിയുടെ ട്രാൻസ്ലേറ്ററിലൂടെയാണ് പക്ഷേ ഖുർആൻ ഓതിക്കൊടുത്തു. അർത്ഥമറിയും മുമ്പേ അയാളുടെ കണ്ണുകൾ നനയുകയായി. അദ്ദേഹം പറഞ്ഞു, ഇത്രയും മനോഹരമായ ഒരു വചനം നിങ്ങൾക്ക് ഇറക്കിത്തന്നവൻ ആ രക്ഷിതാവ് ഒരിക്കലും ആ രക്ഷിതാവിനെ അവഗണിക്കാൻ പാടില്ലല്ലോ. അവൻ പറഞ്ഞതിന് എതിര് ചെയ്യാൻ കഴിയില്ലല്ലോ. എനിക്ക് മുസ്ലിമാവണം. ഞങ്ങൾ പറഞ്ഞു, ഖുൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വിശുദ്ധമായ വചനം ഷഹാദത്തുൽ മുസ്ലിമാവുകയാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹരില്ലെന്നും മുഹമ്മദ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനും പോന്നോട്ടെ നിങ്ങളുടെ കൂടെ. ഒരു ഞങ്ങളുടെ കൂടെ വാ. ഞങ്ങളുടെ കപ്പലിൽ അയാളെയും കയറ്റി ഞങ്ങൾ യാത്രയായി. കപ്പലിൽ പോകുന്ന പോക്കിൽ അദ്ദേഹം ഒരുപാട് സൂറകൾ കാണാതെ പിടിച്ചു. ഒരുപാട് സൂറത്തുകൾ. സൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോ വലിയ വലിയ ആൾക്കാർക്ക് ഈ മൊബൈലിൽ വെച്ചുകൊണ്ട് ആര് 40-80 വയസ്സുള്ള കുട്ടികളെ ഈ ബാലരംഗങ്ങളുടെ കുട്ടികളുടെ ചെറിയ മാഗസിനില്ലേ, അത് കുട്ടികളിലേറെ ആസ്വദിക്കുന്ന വലിയവരാണ്. കുട്ടികളുടെ ഗെയിം ആസ്വദിക്കുന്ന വലിയവരാണ്. ഒരു മണിയിലെ ഫ്ലൈറ്റുകളിലൊക്കെ ഈ ബോക്സ് ഉണ്ടാവും. എന്റർടൈൻമെന്റ് വീഡിയോസും റേഡിയോയും ലൈവ് ടിവിയും പ്രോഗ്രാമുകളും കോമഡിയും പലതും ഉണ്ടാവും. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുന്ന തരത്തിലാണെങ്കിൽ ഖുർആൻ ഉണ്ടാവും. ഒരു മണിയിലെ ഖുർആൻ ചെയ്ത് എത്ര മനോഹരമായ കേരളത്തിൽ ആകാശ ലോകത്തിൽ നിലനിർത്താതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ മലയാള സിനിമയും ഹിന്ദി സിനിമയും ബ്ലോക്ക് ബസ്റ്ററുകളും ഇംഗ്ലീഷ് ഫിലിമുകളും വെസ്റ്റേൺ മ്യൂസിക്കും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. വലിയ സങ്കടം തോന്നാറുണ്ട്, വലിയ വിഷമം തോന്നാറുണ്ട്. ആകാശ ലോകത്തിരിക്കുമ്പോൾ എത്രയോ അള്ളാഹുവിനെ സ്തുതി പറഞ്ഞു പോകേണ്ടത്. അത് ലാൻഡ് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ സംവിധാനം, റബ്ബിന്റെ പ്രധാനം പ്രസിദ്ധി അല്ലേ. മനുഷ്യനൊന്നും തകർക്കാൻ കോഴിക്കോട് ആ കരക്ക് വരുന്ന തന്നെ ഇറങ്ങണ്ടേ. കോഴിക്കോട് ആ കരിപ്പൂരിൽ ഇറങ്ങേണ്ട സാധനം കുറച്ചിപ്പുറത്തോട് ഓമാനൊരു തെങ്ങിന്റെ പോലെ ഇറങ്ങി എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിന്റെ വലിയൊരു ഞെണ്ണത്തിൽ നമ്മൾ അവിടെയും ആ പോകുന്ന പോക്കിൽ പഴയ സൂറത്തുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ. ദുനിയാവിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരാൾക്ക് ഒഴിഞ്ഞ നേരമില്ലാണ്. എല്ലാവരും തിരക്കാം. റോഡിലൊക്കെ ഓട്ടോറിക്ഷ, ബൈക്ക് മുതൽ ബസ് മുതൽ എല്ലാവർക്കും തിരക്കാം. ഇന്ന് എന്താ അവസാനം പണി? കൂട്ടത്തിനെ പോകണം. തിരക്ക് പിടിച്ച് പോകുന്നവർക്ക് പോകാൻ പറ്റില്ല. എല്ലാവർക്കും തിരക്കാം. ബൈക്കിലൊക്കെ ഇരിക്കുന്ന ചിലപ്പോൾ കുറച്ച് ആശ്വാസം ഇവിടെ കുറച്ച് നേരമുണ്ടല്ലോ, ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ, അതിന്റെ സുഹൃത്ത് പഠിക്കട്ടെ. സംവിധാനം ഉണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ വിദേശ ഫ്ലൈറ്റുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് സംവിധാനങ്ങളുണ്ട്. മിക്കവാറും ആളും പഠിക്കാൻ പറ്റും, ഓടാൻ പറ്റും, ശ്രമിക്കാൻ പറ്റും, നോക്കിയിട്ട് ഓടാൻ കഴിയും. സംവിധാനങ്ങളുണ്ട്. നമ്മുടെ യാത്രകളിൽ നമ്മൾ പഠിക്കാറുണ്ടോ? ഈ മനുഷ്യൻ മുസ്ലിമായി കപ്പൽ യാത്രകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നത് അത്ഭുതമല്ലേ? ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് എന്നവർ പറയുന്നു, ഇശാനിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങും. സ്വാഭാവികമായും സാധാരണ മുസ്ലിമീങ്ങൾ ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്ന ആളുകൾ ഉറങ്ങുന്ന പോലെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ ഈ പുതുമുസ്ലിമായ മനുഷ്യൻ ഞങ്ങളോട് വന്ന് ചോദിക്കും, അല്ല, നിങ്ങളുടെ പടച്ചതമ്പുരാൻ രാത്രി ഉറങ്ങുന്നവനാണോ? പറഞ്ഞു, ഇല്ല, അല്ലാഹുവിന് ഉറക്കമില്ല. ഇവിടെന്ന് മനസ്സിലായി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായ ഒരു സൃഷ്ടാവുമേ ഇല്ല. ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം സംവിധാനിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്നവനും അല്ലാഹുവാണ്. ലാ തഅഖുദുഹു സിനതുൻ, അല്ലാഹുവിന് തൂങ്ങി ഉറക്കമില്ല. വലാ നൗം, സാധാ ഉറക്കവുമില്ല. ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കാത്തവൻ. നിങ്ങൾ ഉറങ്ങാണോ?
നിങ്ങളുടെ രക്ഷിതാവ് ഉണർന്നിരിക്കുന്നവനല്ലേ? രാത്രി നിസ്കാരം വേണ്ടേ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളിന്റെ ഖൽബിലുള്ള ഈമാനിന്റെ ഒരു തെളിമയും തെളിച്ചവും കാണുമ്പോ മുഅ്മിനീങ്ങളെ നമുക്ക് ഈമാനുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകണം. ചില ആളുകളുടെ ഈമാൻ എങ്ങനെയാണ്? നാട്ടിൽ പോയി അങ്ങനെയാണ് പേരല്ലേ പറയേണ്ടത്? അവർക്ക് എത്ര സ്ഥാനവും എത്ര സ്നേഹവും നമ്മൾ കൈമാറണം. എത്ര വലിയ ത്യാഗമാണ് ചെയ്യുന്നത്, മോഹന് വേണ്ടി ചെയ്യുന്നത്. പടച്ച തമ്പുരാനെ മനസ്സിലാക്കി ജീവിതത്തിന്റെ ലക്ഷ്യം ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇസ്ലാമിന്റെ പ്രാധാന്യം മനസ്സിലാവുക. അത് ചിന്തിക്കാത്തവർക്ക് മനസ്സിലായി എന്തിനും അത് പരിവർത്തനമാണ്, അതാണ് ഇതാണ് ലൗകികമാണ്, എന്തിനൊക്കെ. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവൻ ജീവിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത്. എന്തിനായി ജീവിക്കുന്നത്, എന്തായി വെച്ചാൽ മനുഷ്യ വേണ്ടിയിട്ടുള്ള ലോകമെന്താണ്? മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ വരേണ്ട ചിന്തയാണ് 2 നാളുകൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ഈ മനുഷ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ ഉറങ്ങുകയാണോ? ബിഇസൽ അദീദു അൻതും തനാമൂന വമൗലാകും ലാ യനാം. നിങ്ങളൊക്കെ കിടന്നുറങ്ങുകയും നിങ്ങളുടെ ഉടമസ്ഥൻ ഉറങ്ങാതിരിക്കുകയുമല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. റബ്ബേ, ഇങ്ങനെയുണ്ടോ ഈമാനുള്ള സജ്ജനങ്ങൾ? അള്ളാഹുവിനുള്ള വിശ്വാസം ഹൃദയത്തിലേക്ക് കിട്ടിയപ്പോഴേക്കും, ഖുർആൻ ബോധിച്ചപ്പോഴേക്കും, സന്മാർഗത്തിന്റെ വെളിച്ചം കണ്ടപ്പോഴേക്കും ഇസ്തിഖാമത്തിൽ നേർവഴിയിൽ ഉറച്ചു നിൽക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം. ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് അബാദാനിലേക്ക് ഞങ്ങൾ എത്തിയപ്പോ, ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയപ്പോ അബാദാനിലെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളോടുകൂടെ വന്ന ഒരു പുതുമുസ്ലിമാണ് ഇദ്ദേഹം, നിങ്ങളെല്ലാവരും കുറച്ച് കാശുണ്ടാക്കി തരണം ഇദ്ദേഹത്തിന്റെ വീട് വെച്ച് കൊടുക്കാൻ. പറഞ്ഞു, എനിക്കോ വീടോ പൈസ? ഞാനിതിനല്ല മുസ്ലിമായത്, ഞാനിതിനല്ല നിങ്ങളുടെ കൂടെ കൂടിയത്. ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ ഒരു ചിന്തയിൽ ജീവിതകാലം മുഴുവൻ പിരിവ് നടത്തുന്ന ആളുകളുണ്ടാകാം. പക്ഷേ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. അത് തിരിച്ചുകൊണ്ട് ജീവിക്കാൻ ത്യാഗം ചെയ്യാൻ വന്ന ആളുകളുണ്ട്. എത്രയോ പേർ, എത്രയോ ആളുകൾ. ഞാൻ വന്നത് പണം വാങ്ങിക്കാനല്ല, നിങ്ങളുടെ പൈസ വാങ്ങിക്കാനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൻ തന്നെയാണ് സത്യം, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ലല്ലോ. ഒരു ബിംബത്തിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ആരാധന നടത്തി ജീവിച്ചിരുന്ന എന്റെ മുമ്പിലേക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കൊണ്ടുവരാൻ ഒരു കടലിന്റെ തിരമാലകളുടെ ഓളങ്ങളിലൂടെ നിങ്ങൾ എന്റെ മുമ്പിലേക്ക് എത്തിച്ച പടച്ചവനുണ്ടല്ലോ, അവനെന്നെ കൈവിടിയില്ല. എനിക്ക് നിങ്ങളുടെ പള്ളിയുടെ ഉമ്മറത്ത് ഞാൻ എവിടെയെങ്കിലും ചുരുണ്ടു മടങ്ങി കടന്നുകൊള്ളാം, എനിക്ക് വേണ്ടി പിരിവ് നടത്തരുത്. എന്തെങ്കിലും കിട്ടാനൊക്കെ പിരിവാണ് കെട്ടിച്ച് ആത്തിന്റെ കുട്ടനെ കെട്ടിക്കാനായിട്ടും ആ കത്തേക്ക് നടത്തുണ്ടാവുന്ന ആ മനുഷ്യന്റെ മരണം ആസന്നമാവുകയാണ്. സജ്ജനങ്ങളുടെ മരണം അത്ഭുതമല്ലോ. മരണം ആസന്നമായപ്പോൾ ആ മഹാന്റെ ജീവിതത്തിൽ പ്രതിഫലനം ചെലുത്തിയ മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അരികത്തുണ്ട്. ഞാൻ ചോദിച്ചു, മരിക്കുമ്പോ ഹൽ മിൻ ഹാജ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഹൽ മിൻ ഹാജ, എന്തെങ്കിലും വേണോ? പറയാ വേണോ, ആവശ്യമുണ്ടോ? ഹൽ മിൻ ഹാജത്തിൽ, എന്തെങ്കിലും വേണോ? ഒന്നാണെങ്കിൽ പറയില്ല, എന്റെ കുട്ടിനെ നോക്കണം കേട്ടോ, എന്റെ കുട്ടികളുടെ കാര്യം, എന്റെ വീട്, എന്റെ കടം, പ്രയാസമുണ്ട്. ഞാൻ താമസിച്ചിരുന്ന ആ ദ്വീപിലേക്ക് നിങ്ങൾ ആരാണോ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്, ആ തമ്പുരാൻ എന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ്.
മരണമാസന്നമായ ആ മനുഷ്യന്റെ ഭൂമിയിൽ ഞാൻ കിടന്നു അന്ന് ഉറങ്ങിയപ്പോ അബാദാനിലെ മക്ബറ ഞാൻ കണ്ടു. മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന അബാദാൻ. സാന്ദർഭികമായി പറയട്ടെ, സംഘടനാ വൈരാഗ്യത്തിന്റെ പേരിൽ മരിച്ചു പോകുന്ന മയ്യിത്തുകൾ പോലും മുസ്ലിം ഖബർസ്ഥാനുകളിൽ മറവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള വൈരാഗ്യം നമ്മുടെ നാടുകളിലുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ച് ഏത് പ്രസ്ഥാനക്കാരും അള്ളാഹുവിനെ വിചാരിച്ചിട്ടൊന്ന് താഴ്ന്നു കൊടുത്തോ, നമ്മളാരും ഒരു മുസ്ലിമിന്റെ മയ്യിത്ത് പോലും മറവ് ചെയ്യാൻ സാധിക്കില്ലെന്നോ, പ്രസ്ഥാനക്കാരനല്ലെന്നോ പാർട്ടിക്കാരനല്ലെന്നോ പറഞ്ഞ് ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യന് മയ്യിത്ത് നിസ്കരിക്കണമെന്നാണ്. അതിന്റെ പാർട്ടിയുടെ പ്രശ്നമല്ല. ശറഇന്റെ മുതലകൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറുക. മുസ്ലിമായൊരു മനുഷ്യനെ ഞങ്ങളുടെ മഹല്ല അധികാരം ഞങ്ങൾക്കാണ്, ഞങ്ങളുടെ കയ്യിലാണിതെന്ന് പറഞ്ഞിട്ട് ഒരു മയ്യിത്തിനെ അപമാനിക്കുന്ന അവസ്ഥകൾ ഇന്ന് കേരളത്തിൽ ഇങ്ങോളം ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു കല്യാണത്തിന് സംഗമിച്ചു നിലമ്പൂർ ഭാഗത്ത്. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ചങ്ങ് വഴിക്കടവ് ഭാഗത്ത് ജോലി ചെയ്യുന്ന പോലീസുകാരനോട് പറഞ്ഞു, ഇങ്ങനെ 1-2 കേസുകളുണ്ടായി. അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന 2 വിഭാഗം മയ്യത്ത് ഞങ്ങൾ മറവ് ചെയ്യാൻ വിടില്ല, ആരും ഇത് ചെയ്തു പോകല്ലേ, ആരും ഇങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഈ പറയുന്നവർ മരിക്കില്ലേ? നിങ്ങളുടെ മയ്യത്ത് ഭസ്മമായി സാരമായി ഏതെങ്കിലും കത്തിപ്പിടിച്ച കെട്ടിടത്തിനുള്ളിലാണോ കിടന്ന് മരിക്കുന്നത്? അതല്ല ഒരു വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോവുകയാണോ? ഇഞ്ഞാഞ്ഞ് മനുഷ്യൻ പോലും കാണാൻ കഴിയാതെ മയ്യത്ത് പോലും കിട്ടാതെ ദുർഗന്ധം വമിച്ച് കിടക്കുകയാണോ നിങ്ങളുണ്ടാവുക? ആർക്കറിയാം? ഒരു മുസ്ലിമായ മനുഷ്യൻ നമ്മുടെ മഹലിൽ മരിച്ചു കഴിഞ്ഞാൽ ഏത് നാട്ടുകാരനാണെങ്കിൽ പോലും, അങ്ങനല്ലേ, ഏത് നാട്ടുകാരനാണെങ്കിൽ പോലും അവൻ മുസ്ലിമാണോ അവൻ മുസ്ലിമത്താണോ അവരുടെ ജനാസയെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറവ് ചെയ്യലും ആ നാട്ടുകാരുടെ ബാധ്യതയാണ്, ഹക്കാണ് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ദീനിന്റെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങളെങ്കിൽ ഏത് പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത്, ആരായിരുന്നാലും ശരി, ഏത് പ്രസ്ഥാനക്കാരായിരുന്നാലും ശരി, ശാസ്ത്രവും പരസ്പരമായ വൈരാഗ്യവും എന്തുണ്ടാവട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ തമ്മിൽ ചെല്ലാനുള്ളതാണോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെ പാണ്ഡിത്യമുള്ള ആളുകളുടെ ചർച്ചകളിലൂടെ സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള തന്റെ ഇടം മനുഷ്യർക്കുണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇങ്ങനെയുണ്ടോ ഒരു ശത്രുത? ഈ ശത്രുത എത്ര കാലമാണ് നമ്മൾ കൊണ്ടു നടക്കാൻ പോകുന്നത്? എത്ര കാലമാണ് നമ്മൾ കൊണ്ടു നടക്കാൻ പോകുന്നത്? മരിച്ച മയ്യിത്തുകളുടെ പേരിൽ കണക്ക് പറഞ്ഞിട്ട് ആ മയ്യിത്തിനെ ഞങ്ങൾ മറവ് ചെയ്യാൻ വിടില്ല എന്ന് പറയാൻ ആരാണോ നിനക്ക് അധികാരം തന്നത്? നിന്റെ കയ്യിൽ പള്ളിയുടെയോ മഹല്ലത്തിന്റെയോ അധികാരം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാണ്? ആ അധികാരം തന്ന പടച്ചതമ്പുരാനോട് നിനക്ക് ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ നാട്ടിലെ നിയമപാലകന്മാർ അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ നിയമം നടപ്പാക്കാൻ, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ സമാധാനം നിലനിർത്താൻ ലോകാലോകങ്ങളിൽ കാലാകാലങ്ങളിൽ നിയമപാലകന്മാരുണ്ടായിട്ടുണ്ട്. അവർക്ക് അവരുടെ ജോലി നിർവഹിക്കാനും ഇടപെടാൻ പോലും അവരെ സമ്മതിക്കാതെ ഈ ഉമ്മത്ത് പരസ്പരം തമ്മിൽ തല്ലി നിൽക്കുന്നത് നമ്മുടെ സ്റ്റേഷനുകളിൽ, നമ്മുടെ കോടതികളിൽ കേസുകളായി കെട്ടിക്കിടക്കുമ്പോ നാണം തോന്നുന്നില്ലേ? സത്യവിശ്വാസികളെ, നാണം തോന്നുന്നില്ലേ? ഇന്നെന്നോട് സംസാരിച്ച പോലീസുകാരൻ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പോലീസുകാർക്കിടയിൽ തന്നെ നാണക്കേട് ഞങ്ങൾക്ക്. മുസ്ലിമീങ്ങൾ 2 വിഭാഗവും അഹ്ലുസുന്നയിൽ വിശ്വസിക്കുന്നവര് എന്നിട്ട് മയ്യിത്തിന്റെ പേരിൽ മറവ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ സ്റ്റേഷനിലെ SI പറയുന്നത്, ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ മറവ് ചെയ്തേക്കുക. എവിടെയെത്തി നമ്മുടെ കാലം? നമ്മുടെ മഹല്ലും മെഹ്റാബും നമ്മുടെ ജുമുഅയും ജുമുഅത്ത് പള്ളിയുടെ സംവിധാനങ്ങളും മഹല്ല് ഭരണവും എവിടെയെത്തി? ഇങ്ങനെ താഴടിക്കാവതാണോ? അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മനുഷ്യന്റെ ജീവനും മയ്യത്തിനും വിലയില്ലാതെ പോകുന്ന ഈ അഹങ്കാരത്തിന്റെ പ്രവർത്തനം ഇനി അവസാനിപ്പിച്ചില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തടയായി നിൽക്കുന്ന മനുഷ്യന്മാര് ഈ സമുദായത്തിന് മാതൃകയാകത്തക്ക വിധത്തിലുള്ള ശിക്ഷ കൊടുത്തിട്ടാണ് ഈ ലോകത്ത് കൊണ്ടുപോവുക. ബോധമുള്ളവർ മനസ്സിലാക്കുക. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചേക്കുക. തമ്മിൽ അല്ലാതെ കാലാകാലങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ സമുദായത്തിൽ.
ഹക്ക് എവിടെയാണ്, സത്യം എവിടെയാണ്, എവിടെയാണ് വിജയം കിടക്കുന്നത്, ഏതാണ് തറവാട്, എവിടെയാണ് പണ്ഡിതന്മാർ നിൽക്കുന്നത്, എവിടെയാണ് സത്യസന്ധരായ ആളുകൾ നിൽക്കുന്നത്, ഇത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള തന്റെ സാമാന്യ ജനങ്ങൾക്കുണ്ട് എന്നിരിക്കെ ഇതുപോലെയുള്ള വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിനെ പേടിക്കുക. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.